2021 ജൂലൈ 10 മഞ്ഞയിൽ കുളിച്ചു നിന്ന മാരക്കാന ഗാലറികളെ നിശബ്ദതയിലേക്ക് തള്ളിയിട്ട് കാൽപന്തിന്റെ മിശിഹാക്ക് വേണ്ടി അർജന്റീനയുടെ മാലാക അന്ന് മണ്ണിൽ അവതരിച്ചു. ടൂർണമെന്റിലുടനീളം സൂപ്പർ സബ്ബായി മാത്രം മൈതാനങ്ങളിൽ അവതരിച്ചു കൊണ്ടിരുന്ന ഏഞ്ചൽ ഡി മരിയ എന്ന പടക്കുതിരയെ കോച്ച് ലയണൽ സ്കലോണി ഫസ്റ്റ് 11-ൽ തന്നെ ഇറക്കാൻ തീരുമാനിച്ചത് മുതൽ ആരാധകർ ഏതോ ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കുകയായിരുന്നു. കോപ്പ അമേരിക്ക കലാശപ്പോരിന്റെ 21-ാം മിനിറ്റ് മാരക്കാനയിൽ ആ അത്ഭുതം അവതരിച്ചു. റോഡ്രിഗോ ഡി പോളിന്റെ കാലിൽ പന്തെത്തുമ്പോൾ മൈതാനത്തിന്റെ ഇടതുവിങ്ങിൽ മാർക്ക് ചെയ്യപ്പെടാതെ സൂപ്പർ താരം ലയണൽ മെസ്സി നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ എന്തോ മനസ്സിലുറപ്പിച്ചതുപോലെ ഡി പോൾ ആ പന്ത് നീട്ടി നൽകിയത് ഡി മരിയക്കാണ്. പന്ത് പിടിച്ചെടുത്ത് വലതുവിങ്ങിലൂടെ കുതിച്ചു പാഞ്ഞ ഡി മരിയ ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേഴ്സനെ കാഴ്ചക്കാരനാക്കി നിർത്തി ഗോൾ വല തുളച്ചു. 21-ാം നൂറ്റാണ്ടിൽ മാത്രം 5 ഫൈനലുകളിൽ കാലിടറിയ അർജന്റീനിയൻ ഫുട്ബോളിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് പിന്നീട് മാരക്കാന കണ്ടത്. 2004-ന് ശേഷം ഒരു മേജർ ടൂർണമെന്റിന്റെ കലാശപ്പോരാട്ടത്തിൽ അർജന്റീന ഗോൾ നേടുന്നത് അതാദ്യമായിരുന്നു. അതിനുള്ള അവസരം ലഭിച്ചതാകട്ടെ ഏഞ്ചൽ ഡി മരിയക്കും. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ക്യാമറ കണ്ണുകൾ മുഴുവൻ ലയണൽ മെസ്സിക്കൊപ്പം ഡി മരിയയെയും അന്വേഷിച്ചു. കളിയുടെ താരമാരെന്ന ചോദ്യത്തെ പോലും അപ്രസക്തമാക്കി ഡി മരിയ ആ കലാശപ്പോരാട്ടത്തെ തന്റെ പേരിൽ ഫുട്ബോൾ ചരിത്രത്തിൽ എഴുതി ചേർത്തു. ഇത് നിന്റെ ഫൈനലാണെന്ന് മത്സരത്തിന് മുമ്പേ ലിയോ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ഡി മരിയ കളിക്ക് ശേഷം പറഞ്ഞു. 1993-ന് ശേഷം ചരിത്രത്തിൽ ആദ്യമായാണ് അർജന്റീന ഒരു മേജർ ടൂർണമെന്റ് കിരീടത്തിൽ മുത്തമിട്ടത്. 2014 ലോകകപ്പിന്റെ കലാശപ്പോരാട്ടത്തിലും പിന്നീട് നടന്ന 2 മേജർ ടൂർണമെന്റ് ഫൈനലുകളിലും നിർഭാഗ്യം കൊണ്ട് കാലിടറി വീണ അർജന്റീനയുടെ 11കളിൽ ഏഞ്ചൽ ഡി മരിയ എന്ന പടക്കുതിര ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വിധി മറ്റൊന്നായനെ എന്ന് ആരാധകർ മനസ്സിൽ പറഞ്ഞു കാരണം. 1988 ഫെബ്രുവരി 14 ലയണൽ മെസ്സി അടക്കം അർജന്റീനിയൻ ഫുട്ബോളിലെ ഒരു പിടി ഇതിഹാസങ്ങളുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ റൊസാരിയോ നഗരത്തിൽ മിഗ്വൽ ഡി മരിയയുടെയും ഡയാന ഫെർണാണ്ടസിന്റെയും 3 മക്കളിൽ ഒരുവനായാണ് ഡി മരിയയുടെ ജനനം. മിഗ്വലും ഡയാനയും കൽക്കരി ഖനിയിലെ തൊഴിലാളികളായിരുന്നു. റൊസാരിയോയിലെ ഏറ്റവും ദരിദ്ര കുടുംബങ്ങളിൽ ഒന്നായിരുന്നു ഡി മരിയയുടേത്. ബാല്യം മുതൽക്കേ അടങ്ങിയൊതുങ്ങിയിരിക്കാത്ത എപ്പോഴും ഓടിച്ചാടി നടന്നുകൊണ്ടേയിരുന്ന കുഞ്ഞു മരിയയെ മെരുക്കിയെടുക്കാൻ ഡോക്ടർമാരെ സമീപിച്ച മാതാപിതാക്കളോട് ഈ ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയെ ഫുട്ബോൾ മൈതാനത്തേക്ക് വഴിതിരിച്ചു വിടൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പിന്നീട് തന്റെ 3-ാം വയസ്സ് മുതൽ മൈതാനങ്ങളിലെത്തി തുടങ്ങിയ ഡി മരിയ ലോക ഫുട്ബോൾ ഭൂപടത്തിൽ ഒരു വൻമരമായി പടർന്നു പന്തലിക്കുന്ന കാഴ്ചയാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ നിന്നാണ് ഡി മരിയയുടെ കുടുംബം തങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചത്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഡി മരിയും സഹോദരിമാരും അച്ഛന്റെ ഖനിയിൽ പണിയെടുക്കാനെത്തുമായിരുന്നു. ഖനിയിൽ പണിയില്ലാത്ത സമയങ്ങളിലൊക്കെ മരിയ മൈതാനങ്ങളിലെത്തി. മൈതാനത്ത് കാൽപന്തുമായി വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന ആ പയ്യനെ റൊസാരിയോ ശ്രദ്ധിച്ചു തുടങ്ങി. എൽ ടൊറിറ്റോ എന്ന പ്രാദേശിക ക്ലബിൽ നിന്നാണ് ഡി മരിയ തന്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത്. അസാധാരണമായ വേഗതയും കളിമികവും കൊണ്ട് പെട്ടെന്ന് തന്നെ മരിയ പല പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബുകളുടെയും പരിശീലകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. പിന്നീട് റൊസാരിയോയിലെ പ്രമുഖ ക്ലബ്ബുകളിലൊന്നായ റൊസാരിയോ സെൻട്രൽ FC മരിയെ തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചു. 20 പന്തുകൾക്ക് പകരമായാണ് അന്ന് റൊസാരിയോയിലേക്കുള്ള ഡി മരിയയുടെ കൂടുമാറ്റം. റൊസാരിയോയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ ഖനിക്കുഴിയിൽ നിന്ന് മരിയയുടെ കുടുംബം കരകയറിയിരുന്നില്ല. റൊസാരിയോക്കായി പന്ത് തട്ടി തുടങ്ങുമ്പോൾ അച്ഛൻ ഡി മരിയക്ക് നൽകിയത് 1 വർഷത്തെ കാലയളവാണ്. 1 വർഷത്തിനകം ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് ഖനിയിലേക്ക് മടങ്ങി വരാമെന്ന് അച്ഛൻ അയാളോട് പറഞ്ഞു. അന്ന് മുതൽ ഡി മരിയ തന്റെ സ്വപ്നങ്ങൾക്ക് പിറകിൽ വേഗത്തിൽ ഓടി തുടങ്ങി. റൊസാരിയോ സെൻട്രൽ FCയുടെ സീനിയർ ടീമിന് വേണ്ടി 1 വർഷത്തിനകം അരങ്ങേറ്റം കുറിച്ച മരിയക്ക് പിന്നീട് ഫുട്ബോൾ ലോകത്ത് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2005 ഡിസംബർ 14 റൊസാരിയോ സെൻട്രൽ FCയുടെ സീനിയർ ടീമിനായി മരിയ ആദ്യമായി പന്ത് തട്ടിയത് അന്നാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അയാൾ റൊസാരിയോയിലെ കളിപ്രേമികളുടെ ഇഷ്ടതാരമായി മാറി. 2007 ജൂലൈയിൽ പോർച്ചുഗീസ് അധികാരിയായ ബെൻഫിക്ക ഡി മരിയയുമായി 2 വർഷത്തെ കരാറിൽ ഒപ്പിട്ടു. അത്ലറ്റിക്കോയിലേക്ക് കൂടുമാറിയ ബെൻഫിക്ക ക്യാപ്റ്റൻ സിമാവോയുടെ പകരക്കാരനായാണ് അന്ന് ഡി മരിയ ടീമിലെത്തുന്നത്. പിന്നീട് അയാൾ ബെൻഫിക്കയിൽ പകരക്കാരനില്ലാത്ത പോരാളിയായി മാറി. ബെൻഫിക്കയിലെത്തുമ്പോൾ ഡി മരിയക്ക് വെറും 19 വയസ്സായിരുന്നു പ്രായം. അന്ന് ടീമിലുണ്ടായിരുന്ന പല സീനിയർ താരങ്ങളെയും അയാൾ തന്റെ കളിമികവ് കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അപ്രസക്തരാക്കി കളഞ്ഞു. ടീമിന്റെ കിരീട നേട്ടങ്ങളിൽ പലതിലും മരിയ നിർണായക സാന്നിധ്യമായി. അങ്ങനെ ബെൻഫിക്ക
ഡീമരിയുമായുള്ള കരാർ 3 വർഷത്തേക്ക് കൂടെ നീട്ടി. 2007 അർജന്റീനയുടെ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ച ഡീമരിയ 2008 അർജന്റീനയുടെ ഒളിമ്പിക്സ് ടീമിൽ ഇടം നേടി. ബെയ്ജിംഗ് ഒളിമ്പിക്സ് ഫൈനലിൽ നൈജീരിയക്കെതിരെ 57 മിനിറ്റിൽ ലയണൽ മെസ്സി നീട്ടി നൽകിയ പന്തുമായി മൈതാനത്തിന്റെ ഇടതുവിങ്ങിലൂടെ കുതിച്ചു പാഞ്ഞ ഡീമരിയ മനോഹരമായി വലകുലുക്കി. ആ ഒരൊറ്റ ഗോളിന്റെ പിൻബലത്തിൽ അർജന്റീന ഒളിമ്പിക്സ് ഗോൾഡ് മെഡലിൽ മുത്തമിട്ടു. പിന്നീട് അങ്ങോട്ട് അർജന്റീനിയൻ ദേശീയ ടീമിലെ സ്ഥിര സാന്നിധ്യമായി ഡീമരിയ മാറുകയായിരുന്നു. ഫുട്ബോൾ ലോകത്തെ പല അധികായരും ഡീമരിയക്കായി വലവിരിച്ചു തുടങ്ങി. അങ്ങനെ 2010 ട്രാൻസ്ഫർ ജാലകത്തെ പിടിച്ചു കുലുക്കിയ ആ കൂടുമാറ്റം നടന്നു. സ്പാനിഷ് ലീഗ് അധികായരായ റയൽ മാഡ്രിഡ് 25 മില്യൺ യൂറോക്ക് ഡീമരിയെ തങ്ങളുടെ തട്ടകമായ സാന്റിയാഗോ ബെർണബ്യൂവിൽ എത്തിച്ചു. അവിടെ നിന്നിങ്ങോട്ട് 4 വർഷക്കാലം റയൽ മാഡ്രിഡ് മധ്യനിരയിൽ ഒരെണ്ണകിട്ട യന്ത്രത്തെ പോലെ മരിയുണ്ടായിരുന്നു. 3 വർഷക്കാലം ക്രിസ്ത്യാനോ നയിച്ച റയൽ മാഡ്രിഡ് മുന്നേറ്റ നിരയുടെ മുഴുവൻ നീക്കങ്ങൾക്കും പന്തൊടുക്കിയത് ഡീമരിയ നയിച്ച മധ്യനിരയായിരുന്നു. ക്രിസ്ത്യാനോ തന്റെ കരിയറിൽ അടിച്ചുകൂട്ടിയ ഒരു പിടി മികച്ച ഗോളുകളുടെ പിറവി ഡീമരിയുടെ ബൂട്ടിൽ നിന്നായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. 2014 മെയ് 24 ചാമ്പ്യൻസ് ലീഗിൽ ഒരു പതിറ്റാണ്ട് കാലത്തെ കിരീട ദാരിദ്ര്യം അവസാനിപ്പിച്ച് റയൽ മാഡ്രിഡ് കിരീടത്തിൽ മുത്തപ്പെട്ടു. ലാസ്റ്റ് മിനിറ്റ് ത്രില്ലറിൽ റയൽ മാഡ്രിഡിന്റെ ഐതിഹാസിക തിരിച്ചുവരവ് കണ്ട മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ചിത്രത്തിൽ ഇല്ലാതാക്കിയ പ്രകടനത്തിന് പിന്നിൽ ഡീമരിയ എന്ന കളിക്കാരന്റെ പങ്ക് വലുതായിരുന്നു. മത്സരത്തിൽ ഗാരത്ത് ബെയിൽ നേടിയ വിജയ ഗോളിന് വഴി തുറന്നത് ഇടതുവിങ്ങിലൂടെ ഡീമരിയ നടത്തിയ മനോഹരമായൊരു മുന്നേറ്റമാണ്. കലാശപ്പോരിൽ ക്രിസ്ത്യാനോയടക്കം പല ഇതിഹാസങ്ങളും ഗോൾ കണ്ടെത്തിയെങ്കിലും കളിയുടെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡീമരിയായിരുന്നു. റയലിനായി ഒരു ലാലിഗ കിരീടവും ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഒരു കോപ്പ ഡെൽ റേ കിരീടവും ഒരു യുഎഫ സൂപ്പർ കപ്പ് കിരീടവും നേടിക്കൊടുക്കുന്നതിൽ ഡീമരിയ നിർണായക പങ്ക് വഹിച്ചു. 2013 എൽ ക്ലാസിക്കോയിൽ ബാഴ്സലോണ നായകൻ കാർലോസ് പിയോളിനെ മനോഹരമായൊരു നീക്കത്തിലൂടെ കബളിപ്പിച്ച് ക്രിസ്ത്യാനോയുടെ ഗോളിന് ഡീമരിയ നൽകിയ അസിസ്റ്റും 2011 കോപ്പ ഡെൽ റേ കലാശപ്പോരിൽ റയലിന്റെ വിജയ ഗോളിന് വഴിയൊരുക്കിയ അസിസ്റ്റും മാഡ്രിഡ് ആരാധകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത മനോഹര നിമിഷങ്ങളാണ്. തന്റെ കരിയറിലെ സുവർണകാലത്താണ് ഡീമരിയ റയൽ മാഡ്രിഡ് വിടാൻ തീരുമാനിക്കുന്നത്. 2014 59 മില്യൺ യൂറോക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അധികായരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡീമരിയെ ഓൾഡ് ട്രാഫോർഡിൽ എത്തിച്ചു. എന്നാൽ യുണൈറ്റഡിൽ ഡീമരിയക്ക് അത്ര മികച്ച തുടക്കമല്ല ലഭിച്ചത്. സീസൺ അവസാനിക്കുമ്പോൾ ദ വേൾഡ് സൈനിങ് ഓഫ് ദ സീസൺ എന്നാണ് ഡീമരിയയുടെ കൂടുമാറ്റത്തെക്കുറിച്ച് ഇംഗ്ലണ്ടിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ എഴുതിയത്. അങ്ങനെ 2015 44 മില്യൺ യൂറോക്ക് ഡീമരിയ ഫ്രഞ്ച് അധികായരായ PSG കൂടുമാറി. പിന്നീട് 6 വർഷക്കാലം ഡീമരിയ PSG മധ്യനിരയിലെ നിറസാന്നിധ്യമായിരുന്നു. ടീമിനൊപ്പം 5 ലീഗ് കിരീടം നേടുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. ഒടുക്കം 2022 ഒരു ഫ്രീ ട്രാൻസ്ഫറിൽ ഇറ്റാലിയൻ വെമ്പന്മാരായ യുവന്റസ് ഡീമരിയെ തങ്ങളുടെ തട്ടകത്തിലെത്തിച്ചു. 2007 ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചത് മുതൽ ഇങ്ങോട്ട് നാളിതുവരെ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകൾക്ക് വേണ്ടിയാണ് ഡീമരിയ പന്ത് തട്ടിയത്. 2011 ഏതൻസിനെതിരെ നേടിയ മനോഹരമായ റബോണ ഗോൾ, 2016 നിംസിനെതിരെ കോർണറിൽ നിന്ന് നേരിട്ട് പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയ 0 ഡിഗ്രി ഗോൾ, 2018 ലോകകപ്പിൽ ഫ്രാൻസിനെതിരെ നേടിയ മനോഹരമായ ലോങ് റേഞ്ചർ, 2019 ആഷ്ലി യങ്ങിന്റെ പരിക്കൻ ഫൗളിന് ശേഷം തന്നെ പ്രകോപിപ്പിച്ച മാഞ്ചസ്റ്റർ കാണികളുടെ വായടപ്പിച്ച ഐതിഹാസികമായ തിരിച്ചുവരവ്. അങ്ങനെ അർജന്റീനയുടെ മാലാക മൈതാനങ്ങളിൽ കാൽപന്തിനാൽ മനോഹരമായ നിമിഷങ്ങളാണ് കാണികൾക്ക് സമ്മാനിച്ചത്.